സോ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താണ് മോഡ്. മോഡിൻ്റെ ഡെഫിനേഷൻ. മോഡ് ഈസ് ദ വാല്യൂ ഓഫ് ദാറ്റ് ഐറ്റം ഓഫ് എ സീരീസ് വിച്ച് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻ ദ സീരീസ്. തന്നിരിക്കുന്ന സീരീസിൽ റിപ്പീറ്റഡ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തേക്കുന്നോ ആ വാല്യൂ ആയിരിക്കും അതിൻ്റെ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെർഫോർ മോഡൽ വാല്യൂസ് ഹാവ് ഹയസ്റ്റ് ഫ്രീക്വൻസി. മോഡൽ വാല്യൂസിന് എപ്പോഴും ഹയസ്റ്റ് ഫ്രീക്വൻസീസ് ആയിരിക്കും അത് കാരണം ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഔട്ട് ഓഫ് 100 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, ഒരു ക്ലാസ്സിൽ 100 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൽ 70 സ്റ്റുഡൻസിൻ്റെ ഏജസ് 15 ആണെങ്കിൽ നമ്മുടെ മോഡ് എന്ന് പറയുന്നത് എന്താണ്? 15 ഇയേഴ്സ്. കാരണം ഭൂരിഭാഗം പിള്ളേർക്കും 15 വയസ്സാണെന്നല്ലേ പറയുന്നത്. സോ അതിൻ്റെ മോഡ് എന്ന് പറയുന്നത് 15 ഇയേഴ്സ് ആയിരിക്കും. സപ്പോസ് എ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് റിപ്പോർട്ട് ദ ഫോളോയിങ് നമ്പർ ഓഫ് വീഡിയോ മൂവീസ് ദേ സീ ഇൻ എ മന്ത്. ഒരു മാസം കാണുന്ന വീഡിയോ മൂവീസിൻ്റെ എണ്ണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 10, 15, 20, 15, 15, 15 and 8. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ അറിയാം 15 ആണ് ഇതിൻ്റെ മോഡ്. കാരണം 15 ആണ് ഏറ്റവും കൂടുതൽ ടൈംസ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് മോസ്റ്റ്ലി ദി സ്റ്റുഡൻസ് സീ 15 മൂവീസ് ഇൻ എ മന്ത്. Therefore mode is equal to 15. According to Kenny, the value of the variable which occurs most frequently in a distribution is called the mode. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷനിലുണ്ടാകുന്ന വാല്യൂസ് ഓഫ് ദ വേരിയസ് എത്ര തവണ അത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് മോഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ, മോഡ് ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിൽ മോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫൈൻഡ് മോഡ് നോക്കിയ ക്വസ്റ്റ്യൻ നോക്കിയും ക്വസ്റ്റ്യനകത്ത് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. റൈറ്റിംഗ് ദ വാല്യൂസ് ഇൻ അസെൻഡിങ് ഓർഡർ. ആദ്യം നമ്മൾ അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് നോക്കിയ 35 അപ്പിയേഴ്സ് മോർ നമ്പർ ഓഫ് ടൈംസ്. ഈ തന്നിരിക്കുന്ന വാല്യൂസിനാണ് 35 എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 1, 2, 3, 4, 4 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ഒരു വാല്യൂസും മാത്രം റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ദ മോഡ് ഈസ് 35. നെക്സ്റ്റ് നോട്ട് നോക്കിയ വെൻ നോ ഐറ്റം അപ്പിയേഴ്സ് മോർ നമ്പർ ഓഫ് ടൈംസ് ദെൻ others we say mode is ill defined. അതായത് എല്ലാ നമ്പേഴ്സും ഒറ്റ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്? മോഡ് എന്ന് പറയുന്നത് ഇൽ ഡിഫൈൻഡ് എന്നാണ് പറയുന്നത്. ആ കേസിൽ നമുക്ക് മോഡ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. എന്താണ്? മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. മീഡിയനും മീനും ഒക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. സോ ഏത് കേസിലാണ് ഈ മോഡിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്? അതായത് മോഡ് ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കേസിൽ, അതായത് വെൻ നോ ഐറ്റംസ് അപ്പിയർ മോർ ദാൻ എ ടൈം, അതായത് ഒന്നിൽ കൂടുതൽ ഐറ്റംസ് അപ്പിയർ ചെയ്യാത്തപ്പോഴാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. നൗ സി, ഫൈൻഡ് മോഡ് ഫ്രം ദ വാല്യൂസ് 40, 25, 60, 35, 81, 75, 90 and 10. ഇത്രയും വാല്യൂസിൽ നിന്ന് മോഡ് കണ്ടുപിടിക്കണം. അത് നമ്മൾ എന്ത് ചെയ്തു? വാല്യൂസിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് നോക്കി ഒരൊറ്റ വാല്യൂവും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ദിസ് മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏത് ഫോർമുല അപ്ലൈ ചെയ്യും? മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യും. സോ മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? സിഗ്മ എക്സ് ബൈ എൻ വിച്ച് ഈസ് ഈക്വൽ ടു ഈ തന്നിരിക്കുന്നതിൻ്റെ എല്ലാം സമ്മ ഡിവൈഡഡ് ബൈ 8. നമ്പർ ഓഫ് വാല്യൂസ്, എത്ര വാല്യൂസ് തന്നിട്ടുണ്ട്? 8 വാല്യൂസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ 8 വിച്ച് ഈസ് ഈക്വൽ ടു 52. ഇനി മീഡിയൻ കണ്ടുപിടിക്കുന്നത് എന്താണ്? സൈസ് ഓഫ് n + 1/2 ഐറ്റം. n എത്രയാണ്? ഇവിടെ 8 ആണ്. സോ 8 + 1 9, 9/2 എന്ന് പറയുന്നത് എത്രയാണ്? 4.5 ഐറ്റം. അതായത് ഇതൊരു ഈവൻ നമ്പർ അല്ലേ? n എന്ന് പറയുന്നത് 8 അല്ലേ? സോ അതിൻ്റെ മിഡ് വാല്യൂസ്, 2 മിഡ് വാല്യൂസ് വരുന്നുണ്ട്, 40യും 60യും. സോ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നതായിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. നൗ നമ്മൾ ഈ കിട്ടിയ മീഡിയനും മീനും കൂടെ ഈ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മോഡ് കിട്ടും. ഓക്കെ, ഇനി മോഡ് ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ കേസിലെ മോഡ്. ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് ദ വാല്യൂ ഹാവിങ് ഹയസ്റ്റ് ഫ്രീക്വൻസി ഈസ് ടേക്കൺ ആസ് ദ മോഡ്. അതായത് ഏത് വാല്യൂവിനാണോ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് അതായിരിക്കും അതിൻ്റെ മോഡ്. എ ഗ്ലാൻസ് അറ്റ് ദ സീരീസ് ക്യാൻ റിവീൽ വിച്ച് ഇസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. സോ വി ഗെറ്റ് മോഡ് ബൈ മിയർ ഇൻസ്പെക്ഷൻ. അതായത് കൂടുതലൊക്കെ ചെക്ക് പരിധി നോക്കാതെ നമുക്കൊരു ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ഒരു സൈസാണ് മോഡ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ അതിനെ എന്താണ് വിളിക്കുന്നത്? ഇൻസ്പെക്ഷൻ മെത്തേഡ് എന്നാണ് ആ മെത്തേഡിനെ വിളിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് മോഡ് 5, 8, 10, 12, 29, 35, 40 and 46. നമ്പർ ഓഫ് ഐറ്റംസും തന്നിട്ടുണ്ട് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഏതാണ്? 40 ആണ് ഏറ്റവും കൂടുതൽ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈസ് 12 ആണ്. ദെർഫോർ 12 ഈസ് ദ മോഡ്. ദ വാല്യൂ 12 ഹാസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. 12നാണല്ലോ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത്. ദെർഫോർ 12 ഈസ് ദ മോഡ്.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് മെത്തേഡ്. എപ്പോഴാണ് ഈ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഇൻ ദ കേസ് ഓഫ് സർട്ടൻ സീരീസ്, ചില സീരീസിൻ്റെ കേസിൽ ദർ മേ ബി മോർ ദാൻ വൺ ഹയസ്റ്റ് ഫ്രീക്വൻസി, ഒന്നിൽ കൂടുതൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ചില സീരീസിൻ്റെ കേസിൽ ഉണ്ടാവാം. ഇൻ ദ കേസ് ഓഫ് സം അതർ സീരീസ്, ചില വേറെ കുറച്ച് കേസസിൽ ദ ഫ്രീക്വൻസി മേ നോട്ട് ബി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഇൻ ദ സിസ്റ്റമാറ്റിക് മാനർ. ഫ്രീക്വൻസി ചിലപ്പം ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല ചില ഫ്രീക്വൻസിയുടെ കേസിൽ. ഇൻ സം കേസസ് കോൺസെൻട്രേഷൻ ഓഫ് ഫ്രീക്വൻസീസ് മേ ബി മോർ അറൗണ്ട് എ ഫ്രീക്വൻസി വിച്ച് ഇസ് ലെസ് ദാൻ ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. ഇങ്ങനെ വരുന്ന 3 കേസസിലൊക്കെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെർഫോർ വി അപ്ലൈ എ മെത്തേഡ് കോൾ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് മെത്തേഡ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതെന്ന്. സോ ഈ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് ഫൈൻഡ് ദ മോഡ്, സൈസും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അത് നമ്മൾ ടേബിളാക്കി എഴുതി. എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിംഗ് ടേബിൾ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സൈസ് എഴുതി, ഫ്രീക്വൻസി എഴുതി. സോ ഗ്രൂപ്പിംഗ് ടേബിളിൽ നമുക്ക് ഫ്രീക്വൻസി കൂടാതെ ഒരു 5 കോളംസും കൂടെ ഉണ്ടാക്കണം. 1, 5 കോളംസും കൂടി ഉണ്ടാക്കണം. എങ്ങനെയാണ്? അതിൽ ഫസ്റ്റ് കോളം എന്ന് പറയുന്ന ഫ്രീക്വൻസി, സെക്കൻഡ് ഇത്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, ഇങ്ങനെ 6 കോളംസ് ഉണ്ട്. ഫസ്റ്റ് കോളം ഫ്രീക്വൻസി തന്നെയാണ്. ഇനി സെക്കൻഡ് കോളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ 2 വാല്യൂസിനെ, അതായത് 2 and 7 ആഡ് ചെയ്യുന്ന വാല്യൂ ഇവിടെ എഴുതുക, 9. അതാണ് സെക്കൻഡ് കോളത്തിൽ എഴുതുന്നത്. ഇങ്ങനെയാണ്. ഇനി നോക്കിക്കേ, 15 and 27 ആഡ് ചെയ്യുന്ന വാല്യൂ 42. അതാണ് സെക്കൻഡ് വാല്യൂ. നെക്സ്റ്റ് 12 and 4 ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 16 and 3 and 2 ആഡ് ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 5. ഇങ്ങനെയാണ് സെക്കൻഡ് കോളം ഉണ്ടാക്കുന്നത്. ഇനി തേർഡ് കോളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലീവിങ് ദ ഫസ്റ്റ്, അതായത് നമ്മൾ തേർഡ് കോളം ഉണ്ടാക്കുമ്പോൾ ഈ ഫസ്റ്റ് ഫ്രീക്വൻസി ലീവ് ചെയ്തിട്ട് ബാക്കി 2 കൂടെ ആഡ് ചെയ്യുക. അതായത് തേർഡ് കോളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇത് ലീവ് ചെയ്തിട്ട് 7 + 15. എത്രയാണ് 7 + 15? 22. നെക്സ്റ്റ് 27 + 12 എത്രയാ? 39. നെക്സ്റ്റ് 4 + 3 7. ഇങ്ങനെയാണ് തേർഡ് കോളം ഉണ്ടാക്കുന്നത്. തേർഡ് കോളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായത്? ഫസ്റ്റ് ഫ്രീക്വൻസി ലീവ് ചെയ്തിട്ട് ഇത് 2 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 22 കിട്ടും. 27 + 12 ആഡ് ചെയ്തിട്ട് 39 കിട്ടും. 4 + 3 ആഡ് ചെയ്ത് 7 കിട്ടും. ലാസ്റ്റ് ഒരു 2 വരും, അത് നമ്മൾ ലീവ് ചെയ്യുക. നെക്സ്റ്റ് ഫോർത്ത് കോളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്റ്റാർട്ടിങ് ഫ്രം ദ ടോപ്പ്, അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. 2 + 7 + 15 ചെയ്യുമ്പോൾ നമുക്ക് ഫോർത്ത് കോളം കിട്ടും. 2 + 7 + 15 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 24. നെക്സ്റ്റ് 27 + 12 + 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 43. ഇങ്ങനെയാണ് ഫോർത്ത് ടേബിൾ ഉണ്ടാക്കുന്നത്. ഫോർത്ത് ടേബിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് 3 ആഡ് ചെയ്യുക, അത് കഴിഞ്ഞ് വരുന്ന 3 ആഡ് ചെയ്യുക, പിന്നെ ലാസ്റ്റ് 2 രണ്ടെണ്ണമല്ലേ വരുന്നുള്ളൂ, അത് നമ്മൾ ലീവ് ചെയ്യുക. ഇനി ഫിഫ്ത്ത് കോളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലീവിങ് ദ ഫസ്റ്റ് ഫ്രീക്വൻസി, ഫിഫ്ത്ത് കോളം ഉണ്ടാക്കുന്നത് ആദ്യത്തെ നമ്മൾ ലീവ് ചെയ്യുക. എന്നിട്ട് 7 + 15 + 27 ചെയ്യുക. 7 + 15 + 27 ചെയ്യുക. എത്രയാണ് 7 + 15 + 27? 49. നെക്സ്റ്റ് 12 + 4 + 3 എത്രയാണ്? 19. ഇങ്ങനെയാണ് ഫിഫ്ത്ത് കോളം ഉണ്ടാക്കുന്നത്. ഇനി സിക്സ്ത് കോളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ലീവിങ് ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ്, സിക്സ്ത് കോളം ഉണ്ടാക്കുന്ന ആദ്യത്തെ 2 ഫ്രീക്വൻസി ലീവ് ചെയ്യുക. ദെൻ പിന്നെ വരുന്ന 3 ആഡ് ചെയ്യുക. അതായത് 15 + 27 + 12 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 54.
ആൻഡ് 4 പ്ലസ് 3 പ്ലസ് 2 ആഡ് ചെയ്യുമ്പോൾ 9. അതായത് 54 എങ്ങനെയാണ് കിട്ടുന്നത്? 15 പ്ലസ് 27 പ്ലസ് 12 ചെയ്യുമ്പോൾ 54ഉം 4 പ്ലസ് 3 പ്ലസ് 2 ആഡ് ചെയ്യുമ്പോൾ 9ഉം കിട്ടും. ഓക്കെ, ഈ ടേബിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആദ്യം സൈസ് എഴുതിയ, പിന്നെ ഫ്രീക്വൻസി എഴുതി. ഫ്രീക്വൻസി ആണ് ഇതിൻ്റെ ഫസ്റ്റ് ടേബിൾ. സെക്കൻഡ് ടേബിൾ ഉണ്ടാക്കുന്നത് ഈ രണ്ട് ഫസ്റ്റ് 2 ഫ്രീക്വൻസീസ് ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. നെക്സ്റ്റ് 2 ആഡ് ചെയ്യുമ്പോൾ 42, പിന്നെ 12 പ്ലസ് 4 ആഡ് ചെയ്യുമ്പോൾ 16 ആൻഡ് 3 പ്ലസ് 2 ആഡ് ചെയ്യുമ്പോൾ 5. നെക്സ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ലീവിങ് ദ ഫസ്റ്റ്, ആദ്യത്തെ 2 നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പകരം 7 പ്ലസ് 15 22, 27 പ്ലസ് 12 39, 4 പ്ലസ് 3 7, ലാസ്റ്റ് 2 നമ്മൾ ലീവ് ചെയ്യുന്നു. ഇനി ഫോർത്ത് കോളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഫ്രം ദ ടോപ്പ്, മുകളിൽ നിന്ന് 2 പ്ലസ് 7 പ്ലസ് 15 ചെയ്യുമ്പോൾ 24 കിട്ടും. ആൻഡ് 27 പ്ലസ് 12 പ്ലസ് 4 ചെയ്യുമ്പോൾ 43 കിട്ടും. ഇനി ഫിഫ്ത്ത് കോളം ചെയ്യുമ്പോൾ ലീവിങ് ദ ഫസ്റ്റ് ഫ്രീക്വൻസി, ഈ ഫസ്റ്റ് ഫ്രീക്വൻസി ലീവ് ചെയ്തിട്ട് ബാക്കി 3 കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 7 പ്ലസ് 15 പ്ലസ് 27 ചെയ്യുമ്പോൾ 49, 12 പ്ലസ് 4 പ്ലസ് 3 ചെയ്യുമ്പോൾ 19, 12 പ്ലസ് 4 പ്ലസ് 3 ചെയ്യുമ്പോഴാണ് 19 കിട്ടുന്നത്. ആൻഡ് 7 പ്ലസ് 15 പ്ലസ് 27 ചെയ്യുമ്പോൾ 49 കിട്ടും. ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് റോയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഏതിനാണുള്ളത്? ഫസ്റ്റ് റോയിൽ 27 അല്ലേ ഏറ്റവും കൂടുതൽ, സോ അതിനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി സെക്കൻഡ് റോയിൽ ഏറ്റവും കൂടുതൽ ഏതാ? 42. തേർഡ് റോയിൽ 39, ഫോർത്ത് റോയിൽ 43, ഫിഫ്ത്ത് റോയിൽ 49 ആൻഡ് ലാസ്റ്റ് റോയിൽ 54. നമ്മൾ ഹയസ്റ്റ് ഫ്രീക്വൻസീസ് മാർക്ക് ചെയ്ത് വെച്ചു. ഇങ്ങനെയാണ് ഒരു ഗ്രൂപ്പിംഗ് ടേബിൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു അനാലിസിസ് ടേബിൾ ഉണ്ടാക്കുന്നത്. അനാലിസിസ് ടേബിളും ഈ ഗ്രൂപ്പിംഗ് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് ടേബിൾ ഉണ്ടാക്കുന്നത്. സോ സൈസ് എഴുതുക. നമ്മൾ 3, 8, 10, 12, 15, 20, 25, 30. First row, second, third, fourth, fifth and sixth. Okay. സോ ഇനി അനാലിസിസ് ടേബിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നോക്കി, ഫ്രീക്വൻസിയിൽ ഏറ്റവും ഹയസ്റ്റ് 27 അല്ലേ, അതിൻ്റെ സൈസ് 12. സോ 12ൻ്റെ നേരെ ഒരു എക്സ് മാർക്ക് ചെയ്യുക. ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് 12 അല്ലേ, അപ്പോൾ അവിടെ ഒരു എക്സ് മാർക്ക് ചെയ്യുക. ഇനി സെക്കൻഡ് വൺ നോക്കി, 42 ആണ്. 42 വരുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? 15 പ്ലസ് 27 ചെയ്തപ്പോഴാണ് നമുക്ക് 42 എന്ന് പറഞ്ഞ ഹയസ്റ്റ് ഫ്രീക്വൻസി സെക്കൻഡ് റോയിൽ കിട്ടിയത്. സോ 15ൻ്റെ നേരെ വരുന്ന സൈസ് എത്രയാണ്? 10. സോ 10ൻ്റെ നേരെ ഒരു എക്സ് എഴുതുക. ആൻഡ് 27ൻ്റെ നേരെ വരുന്ന സൈസ് 12. സോ 12ൻ്റെ അവിടെ ഒരു എക്സ് എഴുതുക. ഇനി തേർഡ് കോളം നോക്കി, 39 വരുമ്പം നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തപ്പോഴാണ് 39 കിട്ടിയത്? 27 പ്ലസ് 12 ചെയ്തപ്പോഴാണ്, 27 പ്ലസ് 12 ചെയ്തപ്പോഴാണ് നമുക്ക് 39 കിട്ടിയത്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് സൈസ് എത്രയാണ്? 27ൻ്റെ 12 അവിടെ എക്സ് എഴുതുക. ആൻഡ് 12ൻ്റെ 15ൻ്റെ അവിടെ ഒരു എക്സ് എഴുതുക. ഓക്കെ. ഇനി ഫോർത്ത് കോളത്തിൽ നോക്കി, 43 ആണ് വന്നിരിക്കുന്നത്. 43 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഫോർത്ത് കോളത്തിൽ 27 പ്ലസ് 12 പ്ലസ് 4 ചെയ്തപ്പോൾ, 27 പ്ലസ് 12 പ്ലസ് 4 ചെയ്തപ്പോഴാണ് ഈ 47 കിട്ടി. സോ 27ൻ്റെ സൈസ് 12, അതിൻ്റെ നേരെ ഒരു എക്സ് എഴുതുക. 12ൻ്റെ സൈസ് 15ൻ്റെ നേരെ ഒരു എക്സ് എഴുതുക. ആൻഡ് 4ൻ്റെ സൈസ് 20 ആണ്. സോ 20യുടെ നേരെ താഴെ ഒരു എക്സ് എഴുതുക. ഓക്കെ. ഇനി ഫിഫ്ത്ത് ടേബിൾ നോക്കി, 49 ആണ് ഇതിനകത്ത് ഹൈയസ്റ്റ്. 49 വരുന്നത് എപ്പോഴാണ്? 7 പ്ലസ് 15 പ്ലസ് 27 ചെയ്തപ്പോഴാണ് നമുക്ക് 49 കിട്ടിയത്. സോ 7ൻ്റെ നേരെ വരുന്ന സൈസ് 8ൻ്റെ നേരെ നമ്മളൊരു എക്സ് എഴുതണം. പിന്നെ 15ൻ്റെ നേരെ വരുന്നത് 10ൻ്റെ നേരെ ഒരു എക്സ് എഴുതണം. പിന്നെ 27ൻ്റെ നേരെ 12 ആണ് സൈസ് വന്നിരിക്കുന്നത്. സോ 12ന് നേരെ ഒരു എക്സ് എഴുതുക. നെക്സ്റ്റ്
സിക്സ്ത് കോളം നോക്കിക്കേ. സിക്സ്ത് കോളത്തിൽ ഹയസ്റ്റ് 54 ആണ്. 54 നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്? 15 + 27 + 12 ചെയ്തപ്പോഴാണ് 54 കിട്ടിയത്. സോ 15ൻ്റെ നേരെയുള്ള സൈസ് 10, അവിടെ ഒരു എക്സ് എഴുതുക. ആൻഡ് 27ൻ്റെ നേരെയുള്ള സൈസ് 12, അവിടെ എക്സ് എഴുതുക. ആൻഡ് 12ൻ്റെ നേരെയുള്ള സൈസ് 15, അവിടെ ഒരു എക്സ് എഴുതുക. സോ ഇങ്ങനെയാണ് നമ്മൾ എക്സ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഒരു കോളം കൂടെ ഉണ്ട്, ടോട്ടൽ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം എത്ര എക്സ് വരുന്നുണ്ടെന്ന്. 10ന് നേരെ എത്ര എക്സ് വരുന്നുണ്ട്? ഐ മീൻ 8ന്, അതായത് 3യുടെ നേരെ ഒന്നുമില്ല, 0. 8ന് നേരെ 1. 10ന് നേരെ എത്ര വരുന്നുണ്ട്? 3 എക്സ് വരുന്നുണ്ട്, 1, 2 and 3. ഇനി 12ന് നേരെ 1, 2, 3, 4, 5, 6 എക്സ് വരുന്നു. 15ന് നേരെ എത്ര എക്സ് വരുന്നുണ്ട്? 1, 2, 3 എക്സ് വരുന്നുണ്ട്. ആൻഡ് 20യുടെ നേരെ എത്ര എക്സ് വരുന്നുണ്ട്? 1. 25നും 30ക്കും എക്സ് ഇല്ല, 0, 0. ഓക്കെ. സോ ലാസ്റ്റ് കോളം നോക്കിക്കുക. ലാസ്റ്റ് കോളത്തിൽ ഹയസ്റ്റ് നമ്പർ വന്നിരിക്കുന്നത് എത്രയാണ്? 6 ആണ് ലാസ്റ്റ് കോളത്തിൽ ഹയസ്റ്റ് നമ്പർ. അതിൻ്റെ സൈസ് 12 ആണ്. സോ നമ്മുടെ മോഡ് എന്ന് പറയുന്നത് 12. ഇങ്ങനെയാണ് ഒരു ഗ്രൂപ്പിംഗ് ടേബിളും അനാലിസിസ് ടേബിളും നമ്മൾ വരയ്ക്കുന്നത്. ഇനി മോഡ് ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് സീരീസ് ബ്രാക്കറ്റിൽ എക്സ്ക്ലൂസീവ് ടൈപ്പ്, അതായത് കണ്ടിന്യൂസ് സീരീസിൻ്റെ കേസിൽ മോഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നു? മോഡ് ലൈസ് ഇൻ ദ ക്ലാസ് ഹാവിങ് ദ ഹൈസ്റ്റ് ഫ്രീക്വൻസി, അതറിയാലോ. ദിസ് മെത്തേഡ് ഈസ് ഐഡൻറ്റിഫൈങ് ദ മോഡൽ ക്ലാസ് ഈസ് ദ ഇൻസ്പെക്ഷൻ മെത്തേഡ്. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന, അതായത് ഹയസ്റ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന മെത്തേഡിനെ ഇൻസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയും. ഫ്രം ദ മോഡൽ ക്ലാസ് മോഡ് ഈസ് കാൽക്കുലേറ്റിംഗ് യൂസിങ് ദ ഇൻ്റർപൊളേഷൻ ഫോർമുല, അതായത് കണ്ടിന്യൂസ് സീരീസിൻ്റെ മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫോർമുലയ്ക്ക് പറയുന്നത് എന്താ? ഇൻ്റർപൊളേഷൻ ഫോർമുല എന്നാണ് പറയുന്നത്. ആ ഫോർമുല എന്താണ്? മോഡ് ഇസ് ഈക്വൽ ടു L1 + f1 - f0 × c by 2f1 - f0 - f2, where L1 is the lower limit of model class. f0 എന്ന് പറയുന്നത് എന്താണ്? f0 and f2 are respectively the frequencies of class just preceding and succeeding model class. മോഡൽ ക്ലാസ്സിന് തൊട്ട് മുമ്പ് വരുന്നതിന് f0 എന്നും തൊട്ട് താഴെ ഇരിക്കുന്നതിന് f2 എന്നും വിളിക്കുന്നു. f1 is the frequency of the model class. മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയെ f1 എന്നും വിളിക്കുന്നു. അപ്പോൾ ഇത്രയും വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മോഡ് കിട്ടും. വി ഷാൽ അപ്ലൈ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ ഇൻ ഓൾ പ്രോബ്ലംസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതിനകത്തെല്ലാം ചെയ്യുന്നത് ഈ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിളാണ്. ഈ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോബ്ലത്തിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കി. കാൽക്കുലേറ്റ് മോഡ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് മോഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് അവരെന്തുണ്ടാക്കി? ഗ്രൂപ്പിംഗ് ടേബിളും അനാലിസിസ് ടേബിളും ഉണ്ടാക്കി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആണ് ഇവിടെ ആ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ എന്നിട്ട് ലാസ്റ്റ് ടോട്ടൽ വാല്യൂവിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാ? 6 ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ 6ന് നേരെ വരുന്ന സൈസ് ഏതാണ്? 25 to 30. സോ 25 to 30 ആണ് ഈ ഹയസ്റ്റ് നമ്പറിൻ്റെ നേരെ വന്നിരിക്കുന്ന സൈസ്. സോ നമ്മുടെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് 25 to 30 ആണ്, സിൻസ് ഇറ്റ് ഹാസ് ഹയസ്റ്റ് നമ്പർ ഓഫ് എക്സ് മാർക്സ്. സോ നമ്മുടെ മോഡൽ ക്ലാസ് ഏതാണ്? 25 to 30. ഇനി നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ആവശ്യം എന്തൊക്കെയാണ്? L1 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ്, അതായത് 25. f1 എന്ന് പറയുന്നത് ഈ മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി. മോഡൽ ക്ലാസ് ഏതാണ്? 25 to 30. 25 to 30യുടെ ഫ്രീക്വൻസി ഏതാണ്? 30. f0 എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് പ്രിസീഡിങ്, അതായത് ഈ മോഡൽ ക്ലാസ്സിന് തൊട്ട് മുകളിലിരിക്കുന്ന മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി, അതായത് 18. സോ f0 എന്ന് പറയുന്നത് 18. f2 എന്ന് പറയുന്നത് തൊട്ട് താഴെ ഇരിക്കുന്നത്, അതായത് 20. അതാണ് f2 = 20. c എന്ന് പറയുന്നത് എന്താ? ക്ലാസ് ഡിഫറൻസ്. എന്താ? മോഡൽ ക്ലാസ്സിൻ്റെ ക്ലാസ് ഡിഫറൻസ് എത്രയാണ്? 5. സോ ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മോഡ് കിട്ടും. ഇനി പറയാൻ പോകുന്നത് മെറിറ്റ്സ് ഓഫ് മോഡ് എന്താണ്? മോഡിൻ്റെ മെറിറ്റ്സ്. മോഡ് ഈസ് വെരി സിമ്പിൾ എമംഗ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ടല്ലോ, അരിത്തമെറ്റിക് മീൻ, മീഡിയൻ മോഡ്, ആവറേജ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിലൊക്കെ ഏറ്റവും സിമ്പിൾ മോഡാണ്. ഈവൻ എ ഗ്ലാൻസ് അറ്റ് ദ സീരീസ് ഈസ് ഇനഫ് ടു ലൊക്കേറ്റ് ദ മോഡൽ വാല്യൂസ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മോഡൽ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് ഈസ് എ പോപ്പുലർ ആവറേജ്. അതൊരു പോപ്പുലർ ആവറേജ് ആണ്. മോഡ് ഈസ് ലെസ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് ഇൻ ദ സീരീസ്. ആൻഡ് മോഡ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഗ്രാഫിക്കലി ഓൾസോ. മോഡ് നമുക്ക് ഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. യൂഷ്വലി മോഡ് കോയിൻസൈഡ് വിത്ത് വൺ ഓഫ് ദ വാല്യൂസ് ഓഫ് ദ സീരീസ്.
ഒന്നിലധികം വാല്യൂസുമായിട്ട് മോഡ് കോയിൻസൈഡ് ചെയ്യും. മോഡ് ഈസ് ദ വാല്യൂ വിച്ച് ഒക്കേഴ്സ് മോർ ഫ്രീക്വൻ്റ്ലി. ഏറ്റവും കൂടുതൽ തവണ ഒക്കർ ചെയ്യുന്ന ഒരു വാല്യൂ ആണ് മോഡ്. സോ മോഡ് ഈസ് ദ ബെസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ്. അതുകൊണ്ട് തന്നെ മോഡ് നമുക്കൊരു ബെസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. Demerits of mode. Mode is uncertain and vague measure of central tendency. It is ill-defined in some cases. ചില കേസസിൽ അത് ill-defined ആയിരിക്കും. അതായത് വാല്യൂസ് എല്ലാം ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യത്തില്ല. Mode is not capable of further algebraic treatment. Sometimes grouping becomes necessary to identify the model value. മോഡൽ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രൂപ്പിംഗ് ടേബിളും അനാലിസിസ് ടേബിളും ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മോഡ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ വാല്യൂസ് ഓഫ് ദ സീരീസ്. എല്ലാ വാല്യൂസിനെയും ബേസ് ചെയ്തല്ല മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെൻ ദ എക്സ്ട്രീം വാല്യൂസ് അപ്പിയേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇറ്റ് ബിക്കംസ് മോഡ് വിച്ച് ഗീവ്സ് ആൻ അബ്സർഡ് റിസൾട്ട്. സോ എക്സ്ട്രീം വാല്യൂസ് അപ്പിയർ ചെയ്യുമ്പോഴാണ് അതായിരിക്കും അതിൻ്റെ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇറ്റ് ബിക്കംസ് മോഡ്. അതായിരിക്കും അതിൻ്റെ മോഡ് എന്ന് പറയുന്നത്. വിച്ച് ഗീവ്സ് ആൻ അബ്സർഡ്, ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല. ഫോർ എക്സാമ്പിൾ നോക്കി, ഇഫ് 0 അപ്പിയേഴ്സ് മോർ നമ്പർ ഓഫ് ടൈംസ്, 0 ഇഷ്ടംപോലെ പ്രാവശ്യം അപ്പിയർ ചെയ്യും, ദെൻ മോഡ് ഈസ് 0. അങ്ങനെ വരുമ്പോൾ മോഡ് 0 ആവും. ദിസ് ഇസ് നോട്ട് റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ. അങ്ങനെ വരുമ്പോൾ ആ വാല്യൂവിനൊരു എന്താ പറയുക, അതൊരു കറക്റ്റ് വാല്യൂ ആവത്തില്ല. നെക്സ്റ്റ്, യൂസസ് ഓഫ് മോഡ്. മോഡ് ഈസ് യൂസ്ഡ് ആസ് ദ ആവറേജ് ഇൻ മെനി ഫീൽഡ്സ്. പല ഫീൽഡുകളിലും മോഡ് ആവറേജ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ട്രേഡിംഗ് സെക്ടർ ആവറേജ് എക്സ്പെൻഡിച്ചർ, ആവറേജ് ഇൻകം എക്സെട്ര ആർ മോഡൽ വാല്യൂസ്. അതായത് ട്രേഡിംഗ് സെക്ടേഴ്സിലും ആവറേജ് എക്സ്പെൻഡിച്ചറിലും ആവറേജ് ഇൻകം എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം മോഡൽ വാല്യൂസാണ് യൂസ് ചെയ്യുന്നത്. സിമിലർലി ഇൻ മെറ്റലർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, average rainfall or average temperature of a place means mode of the rainfall. In other spheres of life as well, the use and applications of mode are gaining popularity. Next പറയുന്നത് ഗ്രാഫിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് മോഡ്. ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഇൻവോൾവ്ഡ്. പ്രസൻറ്റ് ദ ഡേറ്റ ഇൻ ദ ഫോം ഓഫ് ഹിസ്റ്റോഗ്രാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമ്മളൊരു ഹിസ്റ്റോഗ്രാം ആക്കി വരയ്ക്കാം. ഐഡൻറ്റിഫൈ ദ റെക്റ്റാങ്കിൾ ഓഫ് മാക്സിമം ഹൈറ്റ്. ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള റെക്റ്റാങ്കിൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ അതുകൊണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള ഒരു റെക്റ്റാങ്കിൾ. ജോയിൻ ദ ടോപ്പ് കോർണർ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ, അതായത് ഈ കോർണർ ഓഫ് ദ റെക്റ്റാങ്കിൾ വിത്ത് ദ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് കോർണർ ഓഫ് ദ അഡ്ജസൻറ്റ് റെക്റ്റാങ്കിൾ. നെക്സ്റ്റ് കോർണറിൽ ഓഫ് ദ അഡ്ജസൻറ്റ് റെക്റ്റാങ്കിളുമായിട്ട് ജോയിൻ ചെയ്യാം. right corner to the right adjacent rectangle and left corner to the left adjacent rectangle. Left corner to the left adjacent rectangle ലേക്ക് join ചെയ്യാം. From the point of intersection, അപ്പോൾ നമുക്കൊരു point of intersection ഇവിടെ കിട്ടും. Draw perpendicular down to the x-axis. നമ്മളൊരു perpendicular താഴെ x-axisലേക്ക് വരയ്ക്കാം. The foot of the perpendicular is the mode. അങ്ങനെ വരുന്നതിനാണ് this foot of the perpendicular is called the മോഡ്. സീ ദ ഫോളോയിങ് എക്സാമ്പിൾ. സോ ആ എക്സാമ്പിൾ വെച്ചാണ് ഞാനിത് സ്റ്റെപ്സ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു തന്നിരിക്കുന്ന നമ്മൾ ടേബിൾ വെച്ച് നമ്മളൊരു ഹിസ്റ്റോഗ്രാം ആദ്യം വരയ്ക്കുക. എന്നിട്ട് ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ഇതുപോലൊരു രണ്ട് ലൈൻസ് വരയ്ക്കുക. അപ്പം നമുക്ക് ഒരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടും. ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിന്ന് എക്സാക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതിൻ്റെ ഫൂട്ടിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ദെൻ when mode class is ill-defined എന്ന് വെച്ചാൽ മോഡ് വാല്യൂസ്, അതായത് വാല്യൂസ് എല്ലാം ഒറ്റ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? സപ്പോസ് ദ അനാലിസിസ് ടേബിൾ ഷോസ് മോർ ദാൻ വൺ മോഡൽ ക്ലാസ്സസ്. നമുക്കൊരു അനാലിസിസ് ടേബിൾ നമ്മൾ വരയ്ക്കാൻ പഠിച്ചല്ലോ. അപ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ ഹയസ്റ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ ദെൻ മോഡ് ഈസ് സെറ്റ് ടു ബി ഇൽ-ഡിഫൈൻഡ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? മോഡ് ഇൽ-ഡിഫൈൻഡ് ആണെന്ന്. ഇൻ ദാറ്റ് കേസ് ഫൈൻഡ് മീൻ ആൻഡ് മീഡിയൻ ആൻഡ് യൂസ് ദ ഫോർമുല മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ആ കേസിലാണ് നമ്മൾ മോഡിൽ ഈ ഇക്വേഷൻ ഇട്ട് സാറ്റിസ്ഫൈ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ഔട്ട് ദ മോഡ് ഫ്രം ദ ഫോളോയിങ് സീരീസ് തന്നിട്ടുണ്ട്. നമ്മൾ ആ സീരീസ് വെച്ചിട്ട് അതിൻ്റെ ഗ്രൂപ്പിംഗ് ടേബിളും അനാലിസിസ് ടേബിളും ഉണ്ടാക്കി അല്ലേ. അനാലിസിസ് ടേബിളിൻ്റെ ടോട്ടൽ നോക്കി, ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് 4 ആണ്. 4 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. അപ്പം നമുക്ക് 2 മോഡൽ ക്ലാസ്സസ് ആണ് കിട്ടിയത്. ഒന്ന് 20 to 30, ഒന്ന് 60 to 70. അങ്ങനെ 2 മോഡൽ ക്ലാസ് കിട്ടി. സോ നമുക്ക് എന്ത് പറയാം? മോഡ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ വെച്ച് കണ്ടുപിടിക്കും. മീനും മീഡിയനും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചല്ലോ. ആ ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ ആ ടേബിളിനെ അറേഞ്ച് ചെയ്ത് വരച്ച് എന്ത് ചെയ്യുക? മീനും മീഡിയനും കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡ് കിട്ടും.
Next, when the value of the mode lies outside the model class, മോഡൽ ക്ലാസ്സിൻ്റെ വെളിയിലാണ് നമുക്ക് കിട്ടിയ മോഡിൻ്റെ വാല്യൂ കിടക്കുന്നതെങ്കിൽ നമ്മൾ ഈ താഴെ തന്നിരിക്കുന്ന ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്. L1 + CF2/F0 + F2 എന്ന് പറഞ്ഞ ഫോമുലയിലിട്ടാണ് മോഡ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, തന്നിരിക്കുന്ന ടേബിൾ വെച്ച് നമ്മൾ ഗ്രൂപ്പിംഗ് ടേബിളും അനാലിസിസ് ടേബിളും ഉണ്ടാക്കി. അതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നത് 5 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ഇൻ്റർവെൽ ഏതാ 25 to 30 ആണ്. 25 to 30. സോ അത് നമ്മൾ മറ്റേ മോഡിൻ്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? 23.75 ആണ്. ഇപ്പോൾ ഈ കിട്ടിയ 23.75 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ മോഡൽ ക്ലാസ്സിൻ്റെ വെളിയിലാണ് കിടക്കുന്നത് അല്ലേ? ഈ 25നും 30നും ഇടയ്ക്കല്ലല്ലോ 23.75 കിടക്കുന്നത്. സോ അങ്ങനെ വരുന്ന കേസസിലാണ് നമ്മൾ മറ്റേ ഇപ്പോൾ പഠിച്ച, അതായത് മോഡ് = L1 + CF2/F0 + F2 എന്ന് പറഞ്ഞ ഫോമുലയിലേക്ക് അത് അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് മോഡ് കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് മോഡും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് മോഡ് പഠിച്ചു. നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലും കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും ഒക്കെ പഠിച്ചു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ തെറ്റിപ്പോകാതെ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഗ്രൂപ്പിംഗ് ടേബിളും അനാലിസിസ് ടേബിളുമാണ്. അത് 1-2 വട്ടം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തെറ്റാതെ ചെയ്യാൻ പറ്റും. സോ അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.